അസ്സലാമു അലൈക്കും എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു അടിപൊളി ക്രീമി മട്ടൻ കുറുമ. അതിനായിട്ട് ഒരു കുക്കറിൽ എന്ത് ചെയ്യാം, നമുക്ക് 1/2 കിലോ മട്ടൻ എടുക്കാം, ഒരു മീഡിയം സൈസ് ഓണിയൻ ഫുള്ള്, 5 ചെറിയുള്ളി ഉണ്ടെങ്കിൽ, ഇനി സവാളയ്ക്ക് പകരം ചെറിയുള്ളി അത്രയും എമൗണ്ടിൽ എടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ വീതം ചെറുതായി അരിഞ്ഞത് ചേർക്കുക, ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുക, തക്കാളി മുറിച്ചതും, കുറച്ച് കറിവേപ്പില, അതുപോലെ 2 സിനമൺ സ്റ്റിക്ക്, 10 ക്ലോസ്, 6 കാടമൺ. ഇതിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യട്ടോ. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. അത് ഈ 1/2 കപ്പ് വെള്ളം ചേർക്കുന്നതിന് മുന്നേ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. നന്നായിട്ട് മസാല ഇതിൽ പിടിക്കുന്ന വിധത്തിൽ അത്യാവശ്യം മിക്സ് ചെയ്ത് വെക്കാം. എണ്ണ ഒഴിച്ച് വഴറ്റിയിട്ടും ഇത് ഉണ്ടാക്കാം, പക്ഷെ എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിലേക്ക് അരച്ചൊഴിക്കാനായിട്ട് 1/4 കപ്പ് കാഷ്നട്ട്, 1/4 കപ്പ് വാൽനട്ട്, 1/4 കപ്പ് പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് പൊടിച്ച് വയ്ക്കാം. ഇത് വേണമെന്നില്ല, തേങ്ങയും കാഷ്യും മാത്രം മതി. തേങ്ങ ഇല്ലാത്തതുകൊണ്ടുള്ളൊരു ഓപ്ഷനാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തത്. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ച ശേഷം പിന്നെ ഒരു 3/4 മണിക്കൂറോ 1 മണിക്കൂറോ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ശേഷം ഇത് വെന്തല്ലോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വേറൊരു പാന് ചൂടാക്കട്ടെ. അതിലോട്ട് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു പിടിയൊക്കെ ഉണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് കൂടും. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ശേഷം വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയിലാട്ടോ ഇത് ഞാൻ ചെയ്യുന്നത്. കൂടെ കുറച്ച് നെയ്യ് ചേർത്താൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ഞാനിപ്പോൾ അത് ആഡ് ചെയ്തിട്ടില്ല. കുരുമുളക് പൊടിയും വേപ്പിലും നന്നായിട്ട് എണ്ണയിൽ മുരിഞ്ഞ ശേഷമാണ് മട്ടൻ ഇട്ട് കൊടുക്കുന്നത്. മട്ടൻ ഇട്ട് അതൊന്ന് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അരച്ച ജാറിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം കൺസിസ്റ്റൻസി എന്തായാലും തിക്കനാവും ചൂടാറുമ്പോഴേക്കും അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും. അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുത്തു. പിന്നെ മസാല എത്രത്തോളം ഉപ്പ് ആവശ്യമുണ്ട്, എരിവ് ആവശ്യമുണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ട് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ മല്ലിയില നന്നായിട്ടിടാം. എൻ്റെ കയ്യിൽ കുറച്ചുള്ളൂ, അതുകൊണ്ട് കുറച്ചായിട്ടുള്ളൂ. പച്ചമുളക് മസ്റ്റാണ് ഈ കറിക്ക് കേട്ടോ. ഈ ഒരു ക്രീമി കറി ഉണ്ടല്ലോ, ഭയങ്കര റോയൽ ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ഒട്ടും എഫേർട്ട് ഇല്ലാണ്ട് തന്നെയാണ് ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. പത്തിരിക്കോ പൊറാട്ടയ്ക്കോ നെയ്ച്ചോറിനോ വെള്ളപ്പത്തിനൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു അടിപൊളി വൈറ്റ് കുർമ. ഇത് വാൽനട്ട് ചേർത്തുകൊണ്ടാണ് തോന്നുന്നു വൈറ്റ് കളറല്ല വന്നത്, പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊരു വീഡിയോ ട്രൈ ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.